കോളേജിൽ നല്ല കോർ മെമ്മറീസോ അല്ലെങ്കിൽ ലൈക്ക് ഹാർട്ട് ടച്ചിങ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റിയലി ഉണ്ട്. ട്രൈബൽ പേഷ്യന്റ് ഫുഡില്ലാതെ ഫുഡ് കഴിക്കാൻ മേടിച്ചു കൊടുക്കാൻ ആളില്ല ട്രൈബൽ ആയതുകൊണ്ട് തന്നെ. അപ്പൊ പേഷ്യന്റ് ഫുഡില്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ എനിക്ക് എന്റെ ഫുഡ് കൊടുക്കാൻ തോന്നിയൊരു സമയമുണ്ട്. മാത്രമല്ല ആ ഒരു പ്രായത്തിലാണെങ്കിൽ ഏൺ ചെയ്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ആ ഒരു സ്റ്റേജിലെത്താൻ എനിക്കും നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. ഹായ് ഹലോ, ദിസ് ഇസ് അൽഷിഫ. ഐ എം കറന്റ്ലി ഡൂയിങ് B2 at EduFlair ആൻഡ് ദിസ് ഇസ് ഫ്ലെറിൻ കറന്റ്ലി ഡൂയിങ് A2 at EduFlair. നമ്മൾ നഴ്സിംഗ് ചെയ്തതൊക്കെ കാലിക്കറ്റിലാന്ന് പറഞ്ഞു. കാലിക്കറ്റില് കോളേജിൽ നല്ല കോർ മെമ്മറീസോ അല്ലെങ്കിൽ ലൈക്ക് ഹാർട്ട് ടച്ചിങ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റിയലി ഉണ്ട്. ഞാൻ നഴ്സിംഗ് ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് ഞാൻ നഴ്സിംഗ് പഠിച്ച കോളേജിന്റെ പേര്. അവിടെ പഠിച്ചതിന് ശേഷം നേരിട്ട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അവിടെ സ്റ്റാഫിന്റെ ഭയങ്കര ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ കയറുമ്പോൾ എന്നെ വാർഡിൽ ഡ്യൂട്ടി കിട്ടും. അപ്പൊ അവിടെ ഒത്തിരി ട്രൈബൽ പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അതായത് ഭയങ്കര ലോ ഫിനാൻഷ്യൽ സെറ്റിംഗ്സ് നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഫുഡില്ലാണ്ട് ഞാൻ ഒരു ഈവനിങ് ഡ്യൂട്ടിക്ക് ഞാൻ മാത്രമേ സ്റ്റാഫായിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസും ഇല്ല. ഫസ്റ്റ് എൻ്റെ ഡ്യൂട്ടി കിട്ടൂ. അതിനുശേഷം ഒരു ട്രൈബൽ പേഷ്യന്റ് ഫുഡില്ലാതെ ഫുഡ് കഴിക്കാൻ മേടിച്ചു കൊടുക്കാൻ ആളില്ല ട്രൈബൽ ആയതുകൊണ്ട് തന്നെ. അവർക്ക് കഴിക്കാൻ ഫുഡും ഇല്ല. ഞാൻ കൊണ്ടുവന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ സമയമില്ല, കാരണം എനിക്ക് തിരക്കാണ്. ഞാൻ സ്റ്റാഫേ ഉള്ളൂ. 30 പേഷ്യൻസിന്റെ മേലെ ഉണ്ട്. അവർക്കെല്ലാം മെഡിസിൻ കൊടുക്കണം, ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. അതിന്റെ കൂടെ ഡോക്ടേഴ്സ് പറയുന്ന ഓർഡർ നമ്മൾ ക്യാരി ചെയ്യണം. ഇതെല്ലാം കൂടെ ആയിട്ട് ഭയങ്കര റഫായിട്ട് പോകുന്നൊരു ഡ്യൂട്ടി ടൈം വരുന്നത്. അപ്പോൾ പേഷ്യൻസ് ഫുഡില്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫുഡ് കൊടുക്കാൻ തോന്നിയൊരു സമയമുണ്ട്, കാരണം എനിക്ക് കഴിക്കാൻ സമയമില്ല. മാത്രമല്ല പേഷ്യന്റ് ഇങ്ങനെ ഫുഡില്ലാതെ ഭയങ്കര സ്റ്റാർവിംഗ് ആണല്ലേ, ലൈക്ക് ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയ ഒരുപാട് ആൾക്കാർ. അതെനിക്ക് ഭയങ്കര മനസ്സിൽ കൊണ്ടൊരു സമയമാണ്. ആൻഡ് ഈ ഒരു നേഴ്സിംഗ് അല്ലെങ്കിൽ ഫോർ ഷുവർ ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഞാനൊരു നേഴ്സായിട്ട് ഉണ്ടാവും, അങ്ങനത്തെ ആ ഒരു തോട്ട് വരാനുള്ള കാരണം ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തെങ്കിലും 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യം വാർഡിൽ വന്നെങ്കിലും പിന്നീട് കാത്ത് ലാബിലായിരുന്നു. സ്പെഷ്യൽ ഏരിയ ആണ്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഒക്കെ ചെയ്യുന്ന സ്ഥലം. അതിനുശേഷം പിന്നെ സൗദിക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ സ്പെഷ്യൽ ഏരിയ ICUലായിരുന്നു. അപ്പം നാട്ടിലെയും വെളിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ചെന്ന് കഴിയുമ്പോഴും ഉള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ ഡിഫറെന്റ് ആണ്. കാരണം നമ്മൾ വെളിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലാംഗ്വേജ്, നാട്ടിൽ നമുക്ക് മലയാളത്തിൽ എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡോക്ടേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വെളിയിൽ ചെന്ന് അങ്ങനെയല്ല, പല നാഷണാലിറ്റീസ് ഉണ്ട്. ആഫ്രിക്കക്കാരുണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, മലയാളികൾ അവരെ വളരെ ചിലപ്പോൾ തുച്ഛമായിരിക്കും. എന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും? നമ്മൾ ലാംഗ്വേജ് പഠിച്ചേ തീരുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജർമ്മൻ ലാംഗ്വേജ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതേപോലെ വെളിയിൽ ചെന്നിട്ടുണ്ടെങ്കിലും ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിലാ ഡീൽ ചെയ്യാ? സൗദിയിലൊക്കെ അല്ല, അറബി പഠിച്ചേ തീരുള്ളൂ. പിന്നെ എനിക്ക് ICUലായതുകൊണ്ട് തന്നെ എല്ലാം മോസ്റ്റ് ഓഫ് പേഷ്യൻസും ഞാൻ മെയിൻ ICUലായിരുന്നു. അതുകൊണ്ടെല്ലാം വെന്റിലേറ്ററിൽ ഇൻറ്റുബേറ്റഡ് പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല. സ്റ്റേബിൾ ആയിട്ട് വെർബലി സംസാരിക്കാൻ പറ്റുന്ന പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിലേ നമുക്കവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡോക്ടേഴ്സ് ഇംഗ്ലീഷിൽ അത്ര വലിയ പരിജ്ഞാനമുള്ള ആൾക്കാരായിരിക്കത്തില്ല. അപ്പോ ലൈക്ക് ലാംഗ്വേജ് ബാരിയർ നല്ല ഫീൽ ചെയ്യൂലേ? നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സെറ്റിങ്ങും വെളിയിൽ ചെന്നിട്ടുണ്ടെങ്കിലും എൻ്റർലി ഡിഫറെന്റ് ആണ്. കാരണം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതാണ് വെളിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ വെളിയിലൊക്കെ ICUയിൽ 1:2 റേഷ്യോ ആണ്. അതായത് ഒരു സ്റ്റാഫ് 2 പേഷ്യന്റ്. അതിപ്പോൾ ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു സ്റ്റാഫ് 2 പേഷ്യന്റ് എടുക്കണം. അവിടെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ സൈഡിൽ നിന്ന് വാട്ട് ഹാപ്പൻ സിസ്റ്റർ ഇതായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഓർഡർ പറഞ്ഞാൽ നമുക്കവിടെ ഇപ്പൊ ഒരു മെഡിസിൻ ആണെങ്കിൽ പോലും നമുക്ക് ഡോസ് ചിന്തിച്ചെടുക്കാനുള്ള സമയമില്ല. അവർ ഓർഡർ പറഞ്ഞാൽ അപ്പം അത് കൊടുക്കണം. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോവുക. ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്യാരി ചെയ്യാനുള്ളൊരു നമ്മുടെ കഴിവ്, അതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലൈക്ക് അറ്റ് വാട്ട് ഏജ്, എത്ര വയസ്സിലാണ് ഈ ജോബ് തുടങ്ങിയത്? 21ാമത്തെ വയസ്സിൽ നഴ്സിംഗ് കഴിഞ്ഞു. 23ാമത്തെ വയസ്സിൽ സൗദി പോയി. സൗദിയിൽ എന്നിട്ട് 2 years എക്സ്പീരിയൻസും ഉണ്ട്. സൗദിയിൽ 3 years എക്സ്പീരിയൻസ് ഉണ്ട്. 2 വർഷം ഇവിടെ നിന്നു. 2 years കാലിക്കറ്റില്, 3 years സൗദിയിൽ. ഓക്കെ, മൊത്തം 5 years എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ സൗദിയിൽ പോയി അവിടെ വർക്ക് ചെയ്യുക, വീട്ടിലേക്ക് പൈസ അയക്കുക, ഒബ്വിയസ്ലി അതുണ്ടാവുമല്ലോ, വീട്ടിലേക്ക് പൈസ അയക്കുക. ഓർക്ക് അതായത് വീട്ടുകാർക്കാണെങ്കിലും അവരുടെ എക്സ്പെൻസസിനൊക്കെ സ്വന്തം മകള് അയച്ചു തരിക എന്നുള്ളത് ഭയങ്കര പ്രൗഡായ ഒരു കാര്യമാണല്ലോ. ആൻഡ് ഫോർ യു ഓഫ് കോഴ്സ് എനിക്കറിയാം, എനിക്ക് ആ ഒരു സ്റ്റേജിലെത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഭയങ്കര പ്രൗഡായ ഒരു കാര്യം. അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാൻ ഒബിയസ്ലി സൗദിക്ക് പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചു, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു. പക്ഷെ ആ ഒരു സാലറി കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടന്നെന്ന് വരില്ല.
കാരണം നമുക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സാധനം വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാനുള്ള പൈസ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കോണമെന്നില്ല, എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരുപാട് റിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല. പിന്നെ അനിയത്തിനെ പഠിപ്പിക്കണം, അനിയത്തിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അനിയത്തിനെ പഠിപ്പിക്കണം എന്നുള്ള മെയിൻ ഇൻറ്റൻഷൻ ആയിരുന്നു. എനിക്ക് എൻ്റെ ബേസിക് എക്സ്പീരിയൻസ്, അതായത് 2 years എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് വെളിയിൽ പോകാൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 years എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. ആ 2 year അവിടെ ആയി. ആ 2 year ആയപ്പോൾ തന്നെ ഞാൻ സൗദിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ സൗദിക്ക് പോയി. അനിയത്തി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ സൗദിയിൽ നിന്നപ്പോൾ കല്യാണം ആലോചിച്ചു. വുഡ് ബി വർക്ക് ചെയ്യുന്നത് ബെർലിൻ, ജർമ്മനിയിൽ തന്നെയാണ്. അങ്ങനെ അതൊരു മെയിൻ ഫാക്ടറും ആണ്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗും നഴ്സിംഗും നൈസ്. ഓക്കെ, അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ എല്ലാ സൈഡിൽ നിന്നും എനിക്കിപ്പോൾ ഫാമിലി സൈഡിൽ നിന്നാണെങ്കിലും വുഡ് ബിയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് പഠിക്കാൻ. ഞങ്ങൾ രണ്ടുപേരുടെയാണ് എജുഫ്ലെയറിനെ. അത് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ഫാക്ടർ ആണ്. ലൈക്ക് നമ്മളൊരു അബ്രോഡ്, ഇവിടുത്തെ കംപ്ലീറ്റ്ലി ഇവിടെ വെച്ച് എല്ലാം ഡിഫറെന്റ് ആണല്ലോ അബ്രോഡ് പോയി ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ അബ്രോഡ് പോയി പഠിക്കാന്നുള്ള ആദ്യം മെയിൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ്. അതില്ലെങ്കിൽ പിന്നെ ഒറ്റത്തടി അയച്ചൊക്കെ കുറച്ച് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാരുടെ അടുത്ത് നിന്ന്. നമുക്ക് ഒരുപാട് നേഴ്സിംഗ് ആസ് എ നേഴ്സ് ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് ചിലപ്പോൾ ചീത്ത കേൾക്കുന്ന സമയങ്ങളുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ചിലപ്പോൾ ഡോക്ടർ സൈഡിൽ നിന്ന് ഒത്തിരി ഹരാസ്മെന്റ് ഒക്കെ വരും. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു വീട്ടുകാരെന്നുള്ളത് അത് ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക്. കാരണം നമ്മൾ ഭയങ്കര ഒരു പ്രൊഫഷണലി നമ്മൾ ചീത്തയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാള്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാള്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവുള്ളൂ. വീട്ടുകാർ നമ്മളെ മനസ്സിലാക്കുന്നത്ര ഒരു ഫ്രണ്ട്സ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതിനെ കുറിച്ച് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് അറിയില്ല. നമ്മൾ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുന്ന ആ ഫീൽഡിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയി അറിയില്ല. അതുപോലെ നഴ്സിംഗ്, ഇപ്പോൾ ചേച്ചിന്റെ സ്റ്റോറി പറഞ്ഞതിന് ശേഷം അത് എടുക്കാനൊരു ഒരു ടെംപ്റ്റേഷൻ, ആ ഒരു സാധനം കിട്ടിയിരിക്കണം. അത് മാത്രമല്ല ആ ഒരു പ്രായത്തിലാണെങ്കിൽ ഏൺ ചെയ്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ആ ഒരു സ്റ്റേജിലെത്താൻ എനിക്കും നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. സോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ലാംഗ്വേജ് പഠിച്ച് വീണ്ടും ജർമ്മനിയിൽ പോയി അവിടുത്തെ ഇതായി സെറ്റിൽ ആവാൻ പോവാണ് നിങ്ങൾ. അപ്പോൾ ലൈക്ക് ഓൾ ദി ബെസ്റ്റ്, എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. ആൻഡ് ഇങ്ങനത്തെ ഒരു ഫണ്ണി സെഷനായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ചൂസ്.